എന്നത്തെ പോലെ ഇന്നും അതിരാവിലെ ബൂസ്റ്റിട്ട പാല് കുടിച്ചിട്ടാണ് ഈ ഇന്നത്തെ ടൈം സ്റ്റാർട്ട് റോഡിലോട്ട് നോക്കിക്കൊണ്ടാണ് ഈ ഇന്നത്തെ പാല് നമ്മൾ എന്താണെന്നറിയില്ല. ഇവിടെ ഇരുന്ന് പാല് കുടിച്ചില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു തൃപ്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇവിടെ മഴ പെയ്ത് മൂടൽമഞ്ഞ് പിടിക്കുന്ന ആ ഒരു കാർമേഘവും അതേപോലെ തന്നെ ആളുകൾ നടന്നു പോകുന്ന ആ ഒരു ഇതും എൻ്റെ മോനെ പ്രത്യേക ഒരു വൈബാണ്. അടിപൊളിയായി പാല് കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ അകത്തോട്ട് കയറി വീട്ടിൽ വെച്ചിരുന്ന ദോശയും ചമ്മന്തിക്കറിയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ വെൽക്കം ബാക്ക് ടു അവർ അനദർ ഡേ വ്ലോഗ്. രാവിലെ തന്നെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇരുന്ന് ഫോൺ കൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഈ ഇപ്പം നിങ്ങൾ കണ്ടു. കുറച്ചേരം ഫോൺ കൊണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വർക്കൗട്ട് ചലഞ്ചിലോട്ട് കയറാം. വർക്കൗട്ട് ചലഞ്ചിന് അവസാനം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മൂമ്മയും കൊച്ചുമോനും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ്. കാര്യമായിട്ടുള്ള അടിയൊന്നുമല്ല, ചുമ്മാ ഇരിക്കും നമ്മൾ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇടയ്ക്ക് ശേഷം പിന്നീട് ഞങ്ങൾ പോയി ഞങ്ങളെ കേടായ സ്കൂട്ടി കൊണ്ട് ശരിയാക്കാനായിട്ടാണ്. വീടിന് തൊട്ട് മുകളിലുള്ള ഒരു പെട്ടിയോട്ടയും വിളിച്ചിട്ട് അതിൽ വണ്ടി തുമ്പി കയറ്റിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോകേഷ് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലോട്ട് വണ്ടി കയറ്റി. കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തരാമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ. കുറച്ച് നേരം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഴിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ബുധനാഴ്ച പോകും. ശേഷം വണ്ടി ശരിയാക്കാനായിട്ട് അവിടെ കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടപ്പോൾ അവിടെ എടുത്തൊരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയുടെ ഏകദേശം കോളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്യാമറ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ പെട്ടിയോട്ടിൽ പിടിച്ചിരിക്കുന്നത് എന്നെയായി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അനിയന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഞങ്ങൾ പിന്നെ കടയിലോട്ട്. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്തുകൊണ്ട് തന്നെ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴാണ് വീഡിയോ. ലോകേഷ് അങ്ങനെ ബസ്സിൽ കയറി വീട്ടിൽ പോകുന്ന വരെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.